ഇത് എയർ ഫ്രയറിൽ നമ്മൾ വറുത്തെടുത്ത കയ്പക്കായാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 കയ്പക്കായാണ് എടുത്തത്. അതുപോലെ വട്ടത്തിലരിഞ്ഞ് ഉപ്പ്, മുളക്, മഞ്ഞൾ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് 1-2 സ്പൂണ് എണ്ണ കൊണ്ട് മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ലെമൺ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഞാനിതിൽ മാംഗോ പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അത് നമുക്ക് പുളി അനുസരിച്ച് ഞാനിതിലൊരു 1/4 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് എയർ ഫ്രയറിൽ ഉണക്കാനായിട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് എയർ ഫ്രയറിൽ ആദ്യം ഫിഷ് മോഡുണ്ട്. ഫിഷ് മോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 165 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാനത് 165 ഡിഗ്രിയിൽ ഇത് 15 മിനിറ്റ്സാണത് വെച്ചത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു 5-10 മിനിറ്റ് കഴിഞ്ഞൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം പിന്നെ അത് വീണ്ടും 165 ഡിഗ്രിയിൽ 2-3 മിനിറ്റ് വീണ്ടും നമുക്കിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ക്രിസ്പി കിട്ടുകയാണെങ്കിൽ നമ്മളത് ക്രിസ്പി ആവുന്ന വരെ ഇത് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം പിന്നെ അത് വറുത്ത് വരുന്നതിനനുസരിച്ച് നമുക്ക് 2-3 മിനിറ്റ് ആയിട്ട് ഇത് ഇളക്കി കൊടുത്ത് ഇതുപോലെ ക്രിസ്പി ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് എയർ ഫ്രയറിൽ നമ്മൾ വറുത്തെടുത്ത കയ്പക്ക. താങ്ക് യു ഫോർ വാച്ചിങ്.